ഇത്രയും ധൃതിയിട്ട് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതല്ലേ? മനസ്സിന് സമാധാനം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മനസ്സിന് കുറച്ച് ശാന്തത കിട്ടാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത്. അങ്ങനെ നേരെ പോകുന്നത് ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുസാമിയിലുള്ള ഒരു ഡെസേർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വളരെ ധൃതിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് സമയമാകുമ്പോൾ ഇറങ്ങി കേട്ടോ. പക്ഷേ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ചെറുതായിട്ട് വണ്ടിയുടെ ചെറിയൊരു പ്രശ്നം കാരണം കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ശിശിരകാലത്തിൻ്റെ ദൈർഘ്യം കൂടുതലുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസാമിയിലുള്ള കറാറ ലേക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. കാരണം അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇന്ന് 6 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വളരെ പ്ലെയിനായ സ്ഥലം, അതായത് മുസാമിയ എന്ന് പറയുന്നത് തന്നെ ഒരു ഡെസേർട്ട് ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഫീൽ ഗുഡാണ്. അപ്പോൾ ഞങ്ങൾ കൂടെ ഇന്നിപ്പോൾ മുർഷിദ്, അതുപോലെ തന്നെ ആസിഫ്, അജ്മി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ക്യാമ്പ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. പറയാ സുലൈമാനെയൊക്കെ കുടിച്ച് മധുകൂത്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. സത്യം പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇതുപോലെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫീൽ ഗുഡായിട്ട് വളരെ കാമായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, വേറെ എവിടെ പോയാലും കിട്ടില്ല. കാരണം കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളായിട്ട് ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അങ്ങനെ ഞങ്ങൾ ചായയും മധുഹൂത്തൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് വീട്ടിലോട്ട് നേരെ പോയി.